ഇപ്പം സമയം 6:20 കേട്ടോ. ആദ്യക്കൂട്ടം മദ്രസയിൽ പോകാൻ പോവുകയാണ്. 6:20 കേട്ടോ മദ്രസ. പാവം തോന്നും കേട്ടോ രാവിലെ വിളിക്കുമ്പോഴത്തേക്കിനും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:30 ആകുമ്പം സ്കൂളിലെ ബസ് വരുന്നു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കിനും ട്യൂഷന് പോകുന്നു. പിന്നെ ഒരു ഇച്ചിരി നേരം അങ്ങനെ ഒന്ന് ഇരിക്കാൻ കിട്ടിയാലായി എന്നുള്ള ഓട്ടത്തിലാണ്. പിള്ളേരെല്ലാവരും പോകുന്നവരാണ്. നമ്മളുമൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ കൂടെയും ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും രാവിലെ വിളിക്കുമ്പോഴത്തേക്കിനും ഒരു വിഷമമാണ് കേട്ടോ. നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വെക്കേഷൻ ടൈമിൽ മദ്രസ ഉണ്ടായിരുന്നുണ്ടല്ലോ. രാവിലെ തന്നെ ആയിരുന്നു ഇവർക്ക് മദ്രസ. അപ്പോൾ അപ്പോഴും രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കണമായിരുന്നു കേട്ടോ 6:30. അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യക്കുട്ടൻ മദ്രസയിലേക്ക് പോയി വേഗം തന്നെ ഞാൻ ചപ്പാത്തിയും പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പരിപ്പ് മല്ലിയിലൊക്കെ ഇട്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ട് ഉണ്ടാക്കൂലേ, തക്കാളിയൊക്കെ ഇട്ടിട്ട്, അതാണ് കേട്ടോ. അത് നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിൻ്റെ കൂടെ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പിന്നെ ഈ ഒരു പരിപ്പ് കറി ആയിരുന്നു. പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഗോതമ്പ് പൊടിപ്പിച്ചിട്ട് ഉള്ള, അതുകൊണ്ട് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. ആദ്യക്കൂട്ടിന് കൊടുത്തു വിട്ടതും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിക്ക് മുട്ടയും വെച്ചിട്ട് റോളാക്കിയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനും ചാമ്പങ്ങയൊക്കെ ഒരുപാട് നിപ്പുണ്ടായിരുന്നു. ഇത് നല്ല വെള്ളച്ചാമ്പയാണ് കേട്ടോ. ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേക്കിനേ തിന്നാൻ ടേസ്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പുണ്ടാവും. ഇടയ്ക്ക് അങ്ങനെ പിടിക്കാറുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്നൊറ്റയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ചില പ്രാവശ്യം പിടിക്കുമ്പോഴത്തേക്കിനും ഒരുപാടുണ്ടാവും. അപ്പോൾ ഇന്ന് കുറച്ചുണ്ടായിരുന്നു. ഞാൻ ഉമ്മിക്കും എനിക്കും കൂടെ പറിച്ചെടുത്തു കേട്ടോ കുറച്ച്. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് മീൻ കിട്ടിയില്ല. ഞാൻ കുറേ സ്ഥലത്തൊക്കെ പോയി നോക്കി, ജംഗ്ഷനിലൊക്കെ ഇറങ്ങി നോക്കിയിട്ടൊന്നും മീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പച്ചക്കറിയും മേടിച്ച് വന്നു. അപ്പോൾ നല്ല കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇത് കടയിലൊരു കറിയാണ്, മിക്കപ്പോഴും ഉണ്ടാകുന്നൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനും ഉണ്ടാക്കി. മോരുകറി ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കി. പിന്നെ ബീൻസാണ് കേട്ടോ. ഇത് ബീൻസ് മെഴുക്ക് വരട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു പാവയ്ക്ക തീയലും ഉണ്ടാക്കി. പിന്നെ പച്ചമോരെടുത്തു. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയൊന്നുമില്ല, സാധാരണ ചമ്മന്തിയാണ്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതൊക്കെയാണ്. എല്ലാം കൂടെ ആക്കിയിട്ട് നേരെ ഒരു 1:30 ആയപ്പോഴത്തേക്കിനും ചോറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് കഴിക്കാനായിട്ട്, ഉമ്മയും പാപ്പയും വന്ന് കഴിക്കാനായിട്ട് 2 മണിയൊക്കെ ആവും കേട്ടോ. എന്നാലും ഞാൻ നേരത്തെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചു. ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് എല്ലാം ഇതുപോലത്തെ പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ പിന്നെ കഴുകാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റിയിട്ടാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടി കൊടുത്തു വിട്ടിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു. എൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഇത്.